ഹായ് ഫ്രണ്ട്സ്, സെൽഫ് സ്റ്റഡി PSCയിലേക്ക് സ്വാഗതം. ഞാൻ രാധിക മണിയൻ. ഇന്ന് നമുക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ 2024 മാർച്ച് പാർട്ട് 2ൻ്റെ ക്ലാസ്സാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ടും രേഖപ്പെടുത്തണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുത്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം ലഭ്യമാക്കാൻ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും CSCയും സംയുക്തമായി ആരംഭിച്ച ആപ്പ് ടെലിലോ. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവഴി. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ കേരള സർക്കാർ ലഭ്യമാക്കുന്ന അരി കെ-റൈസ്. ശബരി. സംസ്ഥാന വനിതാരത്ന പുരസ്കാരങ്ങൾ. കായികം ട്രീസ ജോളി. സാമൂഹ്യ സേവനം വിജി പെൺകോട്ട്. വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക മേഖല അന്നപൂർണി സുബ്രഹ്മണ്യം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം ജിലുമോൾ മാരിയറ്റ് തോമസ്. നാറ്റോയിലെ 32ാമത് അംഗരാജ്യം സ്വീഡൻ. നാറ്റോയിലെ 31ാമത് അംഗരാജ്യം ഫിൻലാൻഡ്. നാറ്റോ നിലവിൽ വന്നത് 1949 ഏപ്രിൽ 4. നാറ്റോയുടെ നിലവിലെ മേധാവി ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഉൾപ്പെടുത്തി ആരംഭിച്ച പോർട്ടൽ നീതി ഫോർ സ്റ്റേറ്റ്സ്. നീതി ആയോഗ് ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിക്കുന്നത് ഏത് വർഷത്തോടു കൂടിയാണ്? 2026. 2026 കൂടിയാണ് മുംബൈ അഹമ്മദാബാദിനെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിക്കുന്നത്. നാവികസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ച സ്വയം നിയന്ത്രിത ചെറുനിരീക്ഷണ അന്തർവാഹിനി ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ. നിർമ്മാണം കൊച്ചിൻ ഷിപ്പ്യാർഡ്. പൂർണ്ണമായും തദ്ദേശീയമായാണ് വികസിപ്പിച്ചത്. രാജ്യത്താദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ജാർഖണ്ഡ്. പാകിസ്ഥാൻ്റെ 14ാമത് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഇന്ത്യ സംയോജിത ത്രിസേന സൈനിക അഭ്യാസം ഭാരത് ശക്തി. വേദി പൊക്രാൻ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി വളം പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. 2023-24 സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ്. 7ാമത്തെ തവണയാണ് സർവീസസ് കിരീടം നേടുന്നത്. ഫൈനലിൽ ഗോവയെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. വേദി അരുണാചൽ പ്രദേശ് UPA സ്റ്റേഡിയം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ചങ്ങാതി. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷിതത്വവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതി ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റഗ്രാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കിഷോർ മക്വാന. 2024 മാർച്ച് പ്രകാരം ICC ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ഒന്നാമതായുള്ള രാജ്യം ഇന്ത്യ. 2024 ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 മധുസൂദനൻ നായർക്കും 2022 K ജയകുമാറിനും ആയിരുന്നു. മികച്ച പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് PK രാധാമണി.
അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന കൃതിക്കാണ് പുരസ്കാരം. അമൃത പ്രീതത്തിൻ്റെ അക്ഷരോം കെ സായി എന്ന ആത്മകഥയുടെ പരിഭാഷയാണിത്. മഹാത്മാഗാന്ധി സബർമതി ആശ്രമ പുനർനിർമ്മാണ പദ്ധതി പരിപാടി ഭൂമി വന്ദന. അഗ്നി 5 മിസൈലിൻ്റെ പരീക്ഷണ ദൗത്യമായ മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി ഷീന റാണി തിരുവനന്തപുരംകാരിയാണ്. ഇന്ത്യയുടെ ദിവ്യപുത്രി എന്നാണ് പ്രധാനമന്ത്രി ഷീന റാണിയെ വിശേഷിപ്പിച്ചത്. ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ 17. 2022 UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം മാനവ വികസന സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 134. 2021 ഇന്ത്യയുടെ സ്ഥാനം 135 ആയിരുന്നു. 2023-24 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ. ഫൈനലിൽ വിദർഭയെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. 2022-23 വിജയി സൗരാഷ്ട്രയായിരുന്നു. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ അതിദരിദ്രമായ രാജ്യങ്ങളിൽ ഒന്നാമത് ദക്ഷിണ സുഡാൻ. ഇന്ത്യയുടെ സ്ഥാനം 63. റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സമ്പന്നമായ രാജ്യം ലക്സംബർഗ്.